ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു രണ്ട് വണ്ടികളുടെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. അന്നേരം മഴയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡിലിരുന്നതാണ്. അന്നേരം ഞാൻ കരുതി എന്തായാലും മഴയല്ലേ, അപ്പോൾ നമ്മൾ മഴ സമയത്ത് വാഹനം ഓടിക്കുന്നതിന് മുന്നേ കുറച്ച് മുൻകരുതൽ എടുക്കണമല്ലോ, മുൻകരുതലുകൾ. അപ്പോൾ അത് സംബന്ധിച്ച ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മഴയായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കാഴ്ച ഒരു വലിയ പ്രശ്നമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വൈപ്പർ ബ്ലേഡിനെ കുറിച്ചാണ്. നമ്മളൊരു മഴ തുടങ്ങുന്നതിന് കുറച്ച് കാലഘട്ടം മുന്നേ, അല്ലെങ്കിൽ ഈ മഴക്കാലം വരുന്നതിന് ദിവസങ്ങൾ മുന്നേ വൈപ്പർ ബ്ലേഡ് എപ്പോഴും മാറുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് അറിയാം, പൊതുവേ അറിയാം, നമ്മൾ മറ്റുള്ള സമയങ്ങളിൽ വണ്ടി ഓടിക്കുന്ന പോലെയല്ല, മഴ സമയത്ത് പൊതുവേ നമുക്ക് റോഡ് കൃത്യമായിട്ട് കാണണമെന്നില്ല. അപ്പം അതിൻ്റെ കൂടെ വൈപ്പർ ബ്ലേഡ് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര നല്ല ദുഷ്കരമാവും. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ, പ്രത്യേകിച്ച് മഴ തുടങ്ങുന്നതിന് കുറച്ച് കാലങ്ങൾ മുന്നേ നമ്മൾ വൈപ്പർ ബ്ലേഡ് മാറിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ സമയത്തുള്ള യാത്ര കുറച്ചുകൂടെ സുഗമമാക്കാൻ പറ്റും. പിന്നെ മോശമായിട്ടുള്ള ബ്ലേഡാണ് നമ്മൾ നിത്യേന യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിന് പോറിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അത് പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ അതിൻ്റെ ഇരട്ടി ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈപ്പർ ബ്ലേഡ് മാറിക്കൊടുക്കുന്നതിനകത്ത് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അടുത്തായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗതയെക്കുറിച്ചേ പറയുള്ളൂ. കാരണം നമ്മൾക്കറിയാം, നമ്മളൊരു സാധാരണ സമയത്ത് ഓടിക്കുന്നതിൻ്റെ പാതി ഗ്രിപ്പേ നമുക്ക് മഴ സമയത്ത് റോഡിൽ കിട്ടുള്ളൂ. ഒരു പരിധി കൂടുതലൊക്കെ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി നിൽക്കണമെന്നൊന്നുമില്ല. അത് മാത്രമല്ല, വഴുതി പോകാനൊക്കെ ഉള്ള ചാൻസുകൾ ഒരുപാടാണ്. അതിപ്പം ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എല്ലാം കണക്ക് തന്നെയാണ്. ഇപ്പം ഈ അടുത്ത് വന്ന പോലെ CCTV ദൃശ്യങ്ങൾ നമ്മുടെ നെറ്റിലൊക്കെ ഒരുപാട് വൈറലായ ദൃശ്യങ്ങളുണ്ട്. മഴ സമയത്ത് വലിയ ലോറികളൊക്കെ റോഡിൽ നിന്ന് തെന്നി, സൈക്കിളുകളൊക്കെ വട്ടം കറങ്ങി പോകുന്നതിലാണ് ലോറിയൊക്കെ വട്ടം കറങ്ങുന്നത് എങ്ങോട്ടിലേക്ക് കയറി പോകുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു നോർമൽ ഒരു സമയത്ത് ഓടിക്കുന്നതിനേക്കാളും ഒരു 10-20 കിലോമീറ്റർ വേഗത കുറച്ച് മഴ സമയത്ത് ഓടിക്കുന്നത് ഉചിതമായിരിക്കും. വണ്ടിയുടെ ഒരു കൺട്രോളിൻ്റെ ഒരു പ്രധാന ഭാഗം വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ടയറും ടയർ ഗ്രിപ്പുമാണ്. പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ നമ്മൾ ഈ ഗ്രിപ്പ് കുറഞ്ഞ ടയറും കൊണ്ടൊക്കെ റോഡിൽ അഭ്യാസം കാണിക്കണമെന്ന വണ്ടി നമ്മുടെ കൈ നിൽക്കണമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. അന്നേരം ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നിങ്ങൾ മഴ സമയത്ത് പരമാവധി വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറൊക്കെ തന്നെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ഫാനുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. നിസ്സാരം ചില ഇലക്ട്രിക്കൽ ഫാനുകൾ വരെ നമ്മളെ വഴി കിടത്താൻ. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളക്കെട്ടിനകത്തൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോണിക് ഭാഗത്തൊക്കെ വെള്ളം തെറിച്ച് കയറിയിട്ട് ഫ്യൂസ് പോവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഫ്യൂസ് പോയി നമ്മളെ വഴി കിടത്തും. അപ്പം അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്യൂസ് വയറുകൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഏത് വണ്ടിയുടെ ആണെങ്കിലും ഫ്യൂസ് വയറുകൾക്കൊന്നും വലിയ വില വരുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു സ്പെയർ ആയിട്ട് നമ്മളൊരു ഫ്യൂസ് വയർ വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എല്ലാം, വണ്ടിയുടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എല്ലാം വർക്കാണോ നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തിരിക്കണം. അത് കാരണം എന്താ പറയുക, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ, ഹെഡ് ലൈറ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പക്ക ഓക്കെ ആക്കി വെച്ചിരിക്കണം. കാരണം നമ്മളറിയാമല്ലോ, മഴ സമയത്ത് നമുക്ക് ആകപ്പാടെ നമ്മുടെ വണ്ടിയുടെ വേഗതകളൊക്കെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ആകപ്പാടെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് സിഗ്നൽസും നമ്മുടെ ദിശകളൊക്കെ നമ്മൾ തിരിയുന്നതൊക്കെ ഉദ്ദേശിക്കുന്ന ഈ ഒരു സാധനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ സമയത്ത് പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പഴയ വണ്ടികൾ കൊണ്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹെഡ്ലൈറ്റ് ബൾബുകളൊക്കെ മാറിക്കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പുറത്തുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഒരുപാട് പഴക്കം ചെന്ന് മങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ എന്താ പറയുക, മഴ സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ പൊതുവെ കാഴ്ച നമുക്ക് പ്രകാശമുള്ള വണ്ടി തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം പ്രകാശം കുറവാണെന്നുണ്ടെങ്കിൽ യാത്രയൊക്കെ വളരെ ദുഷ്കരമാണ്. അപ്പോൾ അതുകൂടെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നീട് ലാസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്കെന്താ, നമ്മുടെ പഴക്കത്തിനനുസരിച്ച് വണ്ടിയുടെ റബ്ബർ ബീഡിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറിക്കൊടുക്കാം. അത് പുതിയ വണ്ടികൾക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കാലപ്പഴക്കമുള്ള വണ്ടികൾക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിന് മേപ്പോട്ട് പഴക്കമുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ചിലപ്പോൾ വെള്ളങ്ങൾ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പഴയ വണ്ടികൾക്കൊക്കെ നമുക്ക് റബ്ബർ ബീഡിങ് മാറിക്കൊടുത്താൽ അങ്ങനെ ഉണ്ടാകുന്ന വെള്ളം അകത്തേക്ക് ഇറ്റിറ്റ് വീണുണ്ടാകുന്ന ചെറിയ ചോർച്ചകളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. മഴ സമയത്ത് വണ്ടി ഉപയോഗിക്കുമ്പോൾ പരമാവധി സൂക്ഷിച്ച് ഉപയോഗിക്കുക, വേഗതയൊക്കെ കുറച്ച് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.